നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു എഗ് റോൾ റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചപ്പാത്തി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചപ്പാത്തിക്ക് വേണമെങ്കിൽ 2 മുട്ട വരെയൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പും എരിവിനായിട്ട് കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കുരുമുളക് പൊടിക്ക് പകരം പച്ചമുളക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവേ. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴേക്കും ഇതിലേക്കൊരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബട്ടറിന് പകരം നമ്മൾക്ക് ഏതാണോ ഓയിലുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ. മുട്ട ഒഴിച്ച് നന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഇതുപോലെ സവാളയും ക്യാരറ്റും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാപ്സിക്കോ എന്താണോ വെജിറ്റബിൾസ് ഇഷ്ടമുള്ളത് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ല പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വെതറിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ടൊമാറ്റോ ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലൈസ് ആയിരുന്നു എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒടിച്ചിട്ട് ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മുടെ ചീസ് കുറച്ചുകൂടെ ഒന്ന് വെച്ച് കൊടുക്കുവാണേ. അപ്പോൾ എല്ലാ സൈഡിലും ഒന്ന് കുറച്ചുകൂടെ വെച്ച് കൊടുത്തിട്ട് ഇനി ഇത് നമ്മളൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. നല്ല ചൂടാണ്, കൈകൊണ്ട് ചെയ്യാൻ വളരെ പ്രയാസമായതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും 2 സൈഡും ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. ഉള്ളിൽ നമ്മളിപ്പോൾ വെച്ച് കൊടുത്ത ചീസും കൂടെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒത്തിരി സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഒരു സൈഡ് മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു, വീണ്ടും ഒരു സൈഡ് കൂടെ മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ എഗ് റോള് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ, ബീഫ് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതും കൂടെയൊക്കെ ചേർത്ത് കൊടുത്താൽ ഒരു വെറൈറ്റി ടേസ്റ്റും കൂടെ നമുക്കിതിൽ കിട്ടും. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ്. നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാവേ. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് ഒരെണ്ണം മതിയാവും നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാകുമ്പോഴേക്കും പ്രത്യേകിച്ച് നമ്മൾ കറിയൊന്നും തയ്യാറാക്കണ്ട, അടിപൊളി ടേസ്റ്റോട് കൂട്ടിയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.